ഇതാണ് വെതർ സ്റ്റേഷൻ മദർ ബോർഡ്, അതായത് കാലാവസ്ഥയുടെ മദർ ബോർഡ്. ഇത് 7806 ഇവിടെ 9 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് കൊടുത്താൽ ഇവിടെ 6 വോൾട്ട് കൊടുത്തു. ഇവിടെ ഓറഞ്ച് വയർ, ഇത് ബ്ലാക്ക് നൈറ്റ് വഴി, ഇതാണ് ബ്ലാക്ക് വയർ. ഇതൊരു ഓസിലേറ്ററാണ്. ഇതൊക്കെ 0.1 ഇതൊക്കെ ഓസിലേറ്ററിനാണ്. അതായത് ഇതുണ്ട് ഒരു ഇതിൽ ചുറ്റും കഴിഞ്ഞിട്ട് അപ്പുറത്ത് പറയിട്ട് ഓർമ്മിക്കും ആണത്. 100 ഇവിടെ 150 ഹെർട്സ് ഇവിടെ വരെ, ഇവിടെ 150 ഹെർട്സ്, ഇവിടുന്ന് 250 ഹെർട്സ്, അങ്ങനെ 400 ഹെർട്സ് മൊത്തത്തിൽ. 36 ഗേജ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്, ഫെറൈറ്റ് ഓറിയൻ സൈഡിൽ. ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഇതാണ് ഈ 39 സ്റ്റാൻഡേർഡ് വയർ ഗേജ്, 39 ഗേജുള്ളത്. അത് 3 വോൾട്ടിനുള്ളത് ചുറ്റി. ഇതിവിടെ 6 വോൾട്ടിനുള്ളത് 41 ഗേജിൻ്റെ ആണ്. ഇതിൻ്റെ രണ്ടും ഷോർട്ടാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് സപ്ലൈ, ഇത് ഇലക്ട്രിക്കലി കണക്റ്റഡാണ്. വഴി സ്ട്രീറ്റ് റോഡിലൊക്കെ കാണുന്ന ട്രാൻസ്ഫോമർ ഇലക്ട്രിക്കലി കണക്റ്റഡാണ്. മാഗ്നറ്റിക്കലി കറണ്ട് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നതാണ്. ഇത് 6 വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് സെൻസർ, ഇത് ഏതാണ് 2 പോസിറ്റീവാണ്. ഇങ്ങനെ ഒന്നുമില്ല. ഈ സെൻസറിലേക്ക് പുറത്തേക്ക് വന്നാൽ ഗ്രീൻ വയർ സെൻസർ, അതിലിങ്ങനെ ഒരു കോയിലുണ്ടാവും. ആ കോയിലിനെ ചലിപ്പിക്കും. ഫെറൈറ്റ് കോറ്, അത് ആ കോറ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് 36 SWGയുടെ 10 ഗ്യാപ്പ് ഈ ടേൺസുകൾ ഇങ്ങനെ 1000, 200 ഒരു ടാപ്പറായിട്ട് 1000 ലെയറായിട്ടും പിന്നെ കുറച്ച് 200. ഇതിൻ്റെ കോറിന് കളിക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ LCD വർക്ക്. LCD കണ്ടാ, ഇതിൻ്റെ ദീപാവന, ഇതാണ് ഔട്ട്പുട്ട് 1. ഇതിങ്ങനെ ഒന്ന് ഈ ഭാഗമായിട്ട് ഇങ്ങനെയായിട്ട് കണക്ട് വെച്ച് കട്ടഡായിട്ട് ഇങ്ങനെ ചെല്ലും. LCD നീ കാണുന്നതാണ്. മേൽപോട്ടുള്ള LCD ആക്കി. ഇത് ടെമ്പറേച്ചർ ബോർഡ്. ഈ ഓറഞ്ച് വയർ ഒരു ഇതിലാണ് ചെയ്യേണ്ടത്. ഇതിൽ 2 സ്റ്റെബിലൈസ് വേണ്ട, 1 സ്റ്റെബിലൈസ് ഇതിലാണ് ചെയ്യുന്നത്. രണ്ടുകൊണ്ട് നെഗറ്റീവ് ഇവിടെ, പിന്നെ റെഡ് വയറിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇത് നെഗറ്റീവ് വയർ മാത്രം മതി. പിന്നെ അവിടെ 358 IC വന്ന് LCD 1/2 2 LCD അങ്ങനെ വരും. അതിലേക്ക് ഹ്യൂമിഡിറ്റിക്ക് ഈ ടെമ്പറേച്ചർ ബോർഡും വേണം, മദർ ബോർഡ് വേണം. മദർ ബോർഡ് പോസിറ്റീവ് സിഗ്നലുള്ള ബോർഡ് മദർ ബോർഡ് കാണിച്ചത്. ടെമ്പറേച്ചർ ബോർഡ് നെഗറ്റീവ് ആകുമ്പോൾ ആ സിഗ്നലില്ല. അതാണ് ഈ ബോർഡ്. മദർ ബോർഡാണ് ഇത് ഈ കണ്ടത്, ഈ കാണിച്ചത്. ഇതാണ് മദർ ബോർഡ്. ഹ്യൂമിഡിറ്റിക്ക് ഉണ്ടാക്കുക. പിന്നെ ലോ വോൾട്ടേജ് ബോർഡ്, ഇൻവെർട്ടർ ബോർഡ്, ഇതൊക്കെ ഒരു ചേർന്ന് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റിയുടെ ഇതായി 3 കോർ കേബിൾ മീറ്റർ ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കണം മീറ്റർ. അതിലുള്ള ലോ വോൾട്ടേജ് ബോർഡിന് ഇതിൻ്റെ വേണ്ട ഈ AC ആ ട്രാൻസ്ഫോമറിൻ്റെ ACയിലേക്ക് കണക്ട് ചെയ്യുക. യെല്ലോ വയറിൽ യെല്ലോ ഇൻവെർട്ടർ LCDക്ക് പോകണത്. LCDക്ക് വേണം വോൾട്ടേജ് ഇത് പ്രവർത്തിക്കുക. വോൾട്ടേജ് ആണ് ഇത്. ഈ കണ്ട് 9 വോൾട്ട് 9.8 ഉണ്ടാകും. ഇത് ഈ രണ്ടും ഇതൊക്കെ കൂടി പ്രവർത്തിക്കാൻ വെച്ചാൽ ഈ 2 ബോർഡുകളിൽ ഈ ക്ലാമ്പിട്ടൊക്കെ ഫിറ്റ് ചെയ്യാൻ വയ്ക്കും. ഇതാണ് പ്രീസെറ്റ്, റിമോട്ട് പ്രീസെറ്റ്. ഈ 10 വട്ടം അങ്ങോട്ട് തിരിക്കുക ഈ സ്ക്രൂ ഡ്രൈവർ ഇട്ട്
അപ്പോൾ എപ്പോഴും റെസിസ്റ്റൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ 15K വേണമെന്ന് വെച്ചാൽ അല്ല 10-10K റീസെറ്റ് 5K വേണമെന്ന് വെച്ചാൽ ഇത് തിരിച്ചാൽ മതി. എപ്പോഴും സോൾവ് ചെയ്യാൻ ഈ റെസിസ്റ്റൻസ് മാറ്റാൻ മതിയത് ഞാൻ പറഞ്ഞത് ഇത് റെക്കോർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പ് ഇട്ട പ്രചരണം ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ആവശ്യമുള്ള അതല്ല മദർ ബോർഡ് എന്ന് പറഞ്ഞതും ടെമ്പറേച്ചർ ബോർഡ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഇത് RH റിലേറ്റിവിറ്റി ഹ്യൂമിഡിറ്റി RH അത് മദർ ബോർഡ് കണ്ടത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേബിള് ഈ സെൻസർ ഈ കോയിലിൽ ഇവിടുന്ന് ഈ ലൈറ്റിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അപ്പോൾ ഇതിൽ ഇത് വരണം, ഈ റീഡിങ് വരണം. RH റേറ്റിംഗ് 100 0 എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഈ ബെൻഡ് ഈ എൻഡിലേക്ക് നൈറ്റിലേക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റീഡിങ് കാണിക്കണം. -004 ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ റീഡിങ് കാണിക്കാം. പിന്നെ ടെമ്പറേച്ചറിൻ്റെ ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൻ്റെ ബോർഡ് എങ്ങനെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു കോപ്പറിൻ്റെ പ്ലേറ്റിൽ ഹോൾഡ് ഒരു റോഡ് എടുത്തിട്ടാകുമ്പോൾ ഒരു ഡയോഡ് സെൻസർ IN4148 ഡയോഡ് യൂസ് ചെയ്ത് നൈറ്റ് വയർ ഇത് റെഡ് വയർ അതായത് ഇതിൽ തന്നെ ഇതിൻ്റെ എനർജി കാണിച്ചാൽ ഇതിങ്ങനെ കാണിച്ച് ഇങ്ങനെ എടുക്കും. ബ്രാസ് ട്യൂബിൻ്റെ ഉള്ളത് വയ്ക്കുക നല്ല അറിയുള്ളൂ. എന്നിട്ട് അതിൻ്റെ 2 കേബിൾ ഒരു വയർ ഇങ്ങനെ വന്നിട്ട് അങ്ങനൊരു 100 മീറ്റർ വയറിടാം. ഇതിൻ്റെ ഓയിൽ ഒഴിച്ചായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ കണ്ടിയിലൊക്കെ ഇതേപോലെ എൻ്റെ നൈറ്റ് കാണിച്ചു ഇതിൻ്റെ വർക്ക്. ഇതിപ്പോൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഇത് RH എന്ന് കണ്ടില്ലേ മദർ ബോർഡ് കാണിച്ചതില്ലേ മദർ ബോർഡിലല്ലേ RH ഈ ബോർഡ് മദർ ബോർഡ് ടെമ്പറേച്ചർ ബോർഡ് കാണിച്ചു തന്നു. അതിന് ടെമ്പറേച്ചർ ബോർഡ് ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വേണ്ട ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒന്നും ഒരേ സമയത്ത് സ്വിച്ച് ആവണം. വേണ്ട ഈ ഒന്നിലേക്ക് കണക്ട് വരണം, ഈ പോയിൻ്റ് ഈ ഒന്നിലേക്ക് വരണം. അതിനുള്ളതാണ് ഈ സ്വിച്ച്. ഇങ്ങനെ വരണം. ഇത് ഒരുമിച്ച് 2ലേക്ക് വന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് വരണം, ഈ സ്വിച്ച് ഇങ്ങോട്ട് വരണം. ഇന്ന് മുട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ റീഡിങ് ഇത് കാണിക്കും. അതായത് അതിൻ്റെ ആ കണക്ഷൻ ഇങ്ങനെ ചെയ്യണ്ട. ഇതും കോണ്ടാക്റ്റ് പോയിൻ്റാണ്, കോമൺ പോയിൻ്റ്. അതായത് പോള് 2 പോള്, ഈ പോള് ഇതൊരു പോള്. ഇതൊക്കെ വേഗടാ കണ്ട ഇതൊക്കെ 5 വേഗുണ്ട്. 1 2 3 4 5 വേ. ഈ പോളിൽ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന വയർ ഈ വയറ് ഇതിന് പോള് ഇത് കണ്ട ഇതൊരു പോളാണ്. പിന്നെ ഇതൊരു പോളാണ്, ഇതൊരു പോള്. അങ്ങനെ ഈ കോണ്ടാക്റ്റുകൾ ഇത് ഒരുമിച്ച് ഒരു സ്വിച്ച് ഒരു നോബ് വെച്ചിട്ട് ഈ നടുക്ക് നോബ് വെച്ച് തിരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോന്ന് കോണ്ടാക്റ്റ് ആയിട്ട് ഈ 2 വരുമ്പോൾ ഈ 2ലേക്ക് വരും. അത് 3 എന്ന് പറയുമ്പോൾ ഈ 3 വരും 180 ഡിഗ്രിയിൽ. അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ അടിയിലും വേറെ ഉണ്ട്. 2 പോളൊന്നും പറ്റില്ല. നമുക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് വേണ്ട. ഇൻപുട്ടിന് ഗ്രീൻ, ഔട്ട്പുട്ടിന് ബ്ലൂ. LED ലൈറ്റുകൾ ഓരോന്നോ ചാനലിൽ വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസിമൽ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്ര ബോർഡ് വേണ്ടി 1 2 3 4 ബോർഡ് വേണം. 4 ബോർഡിന് ഇത് 2 എണ്ണം. ഇതിൻ്റെ പിൻഭാഗത്ത് പിന്നെ ഇതുവഴി 2 എണ്ണം കാണും, ഇതുവഴി തന്നെ കാണും. എന്നിട്ട് അതിൻ്റെ ഓരോന്ന് കാണിച്ചത് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്. എന്നിട്ട് LCDയിൽ കാണിക്കുന്നത് ഓരോ സമയം ടെമ്പറേച്ചർ ഓരോ സമയം എല്ലാ ടെമ്പറേച്ചറിൻ്റെ കണക്ഷൻ ഒരേപോലെ വരും. ടെമ്പറേച്ചറിലേക്ക് വെച്ചാൽ ഇതൊക്കെ ഈ പോയിൻ്റൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ പോയിൻറ്റും ഒക്കെ ഒരേ ഭാഗം കോണ്ടാക്റ്റ് വരും. അതിന് വേണ്ടിയിട്ട് ഈ സ്വിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് തൊട്ട് ഇവിടുന്ന് 1 2 3 4 അതിങ്ങനെ വരെ ഇവിടത്തോളം വരെ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ ഇതായിട്ട് ഒരു കോണ്ട് ഇപ്പുറത്തായിട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വന്നാലും ഇത് പോയിൻ്റ് ഓരോ പോയിൻ്റ് വരെ ടച്ച് ചെയ്ത് കൊണ്ട് അങ്ങനെ കറങ്ങി പോയി വന്നാലും ഇതും ഈ ലൈനല്ലാണ്ട് വേറൊരു ലൈനായിട്ട് മുട്ടില്ല. ഇവിടുന്ന് തിരിഞ്ഞ് ഇത് കോണ്ടാക്റ്റ് ഇത് പോള്. ഈ പോളിന് ഈ വേഗം തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നാലും ഇവിടെ വരെ വന്നാലും ഇതായിട്ട് കോണ്ടാക്റ്റ് വരുള്ളൂ.
രണ്ട് ഇപ്പുറത്തേക്ക് കണ്ടാൽ ഇതിലൊന്നും കോണ്ടാക്ട് വരില്ല. കാരണം ഇത് പ്രത്യേക ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ അത് അറിയുള്ളൂ. അങ്ങനെ ഏറ്റവും ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇതാണ് സെൻസർ. മദർ ബോർഡ് എന്ന് പറയുന്നത് പൊതുവെ മദർ ബോർഡ് എന്ന് പറയില്ല. ഇത് നൈറ്റ് പോസിറ്റീവ് ആകുമ്പോൾ ഈ കോറ് അതിനെന്തിന് ഒട്ടകത്തിൻ്റെ രോമ്പുകൾ സാധനങ്ങളൊക്കെ ഈ സ്പ്രിങ് എമ്മിയൊക്കെ ആക്കിയിട്ട് ഈ കോറിനെ കോറ് വെച്ചിട്ട് ഈ കോറിനെ ചലിപ്പിക്കും ഈ കോയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേരിയേഷൻ ഇതിൽ കാണും LCD മീറ്ററിൽ. അതായത് LCD മീറ്ററിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഞാൻ. ഇതിൽ കാണും, ഇതിൽ ഈ മീറ്ററിൽ ഇത് കാണിക്കും. പൊതുവായിട്ടൊരു ഒരറിവിലേക്ക് പറഞ്ഞാൽ എന്താ ടെക്നിക്ക്. ഒരു നല്ല പഠിപ്പുള്ളവർക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും.